2012 i20 ആണ്. ഡീസലാണ് വണ്ടി. ഓണർഷിപ്പ് 4th ആണ്. ഇത് വരുമ്പോൾ 2010 സാൻഡ്രോ പെട്രോൾ, തേർഡ് ഓണർ, GLS ഫുൾ ഓപ്ഷൻ. ഇത് 2010 ഹോണ്ട സിറ്റി IV ടെക് ആണ്. അത് ഓണർഷിപ്പ് 3rd ആണ്. ഇത് 2015 വെർണ SX ഓപ്ഷണൽ പെട്രോൾ, 35,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. ഇത് 2011 സ്കോർപിയോ M4 4th ഓണറാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് 2010 i10 സ്പോർട്സ്, തേർഡ് ഓണർ, പെട്രോൾ വണ്ടി. ഇത് 2012 സഫാരി ഡൈക്കോർ, സെക്കൻഡ് ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എടുത്തു പറയാനാണെങ്കിൽ നിയർ ടോൾ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ കാണുന്ന ടോളിൻ്റെ തൊട്ട് സമീപത്തുള്ള ഷോപ്പാണ് ഈ കാണുന്ന സൂപ്പർ ഡ്രൈവ് എന്ന് പറയുന്ന ഷോപ്പ്. ഇവിടെയാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വഴിയെ പോയപ്പോൾ കണ്ടപ്പോൾ കയറി വന്നതാണ്. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിലെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് ഷെവററ്റ് ബീറ്റ് 2010 മോഡൽ LT ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർ. അത് ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട്. 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ ആണ്. 4 പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ സെപ്പറേറ്റ് അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. എന്താ ഓടി 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. റീപ്ലേസുകളൊന്നുമില്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ 10ാം മാസം വരെ ഉണ്ട്. ടയർ അത്യാവശ്യമുണ്ട്. ആവറേജ് ടയേഴ്സും ഉണ്ട്. പെട്രോൾ വണ്ടിയാണ്. ഇത് നമ്മുടെ റേറ്റ് വരുന്നത് 1,18,000 രൂപയാണ്. ലാസ്റ്റ് പ്രൈസ് ആണോ ചോദിക്കുന്നത്? ഇല്ല, ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ കൂടിയാണ്. ഇത് വരുമ്പോൾ 2010 സാൻഡ്രോ പെട്രോൾ, തേർഡ് ഓണർ, GLS ഫുൾ ഓപ്ഷൻ, AC, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസുകളൊന്നുമില്ല. പിന്നെ ഇതിലും സെപ്പറേറ്റ് അലോയ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 66,000-67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിലുള്ളൊരു വണ്ടിയാണ്. വേറെ റീപ്ലേസുകളൊന്നുമില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സും ഉണ്ട്. നമുക്ക് വരുന്നത് 1,400 രൂപയാണ് ഈ വണ്ടിക്ക് വില വരുന്നത്. 1,400. എന്തെങ്കിലും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാം. വേറെ അപാകതകളൊന്നുമില്ല. ഇത് 2019 i20 ഓട്ടോമാറ്റിക് ആസ്റ്റ ഓപ്ഷനലാണ്. സെക്കൻഡ് ഓണർ, 48,000 കിലോമീറ്റർ, പെട്രോൾ വണ്ടി. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നീറ്റ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കും. റീപ്ലേസുകളൊന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇന്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്കിതിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 7,40,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. പെട്രോളാണ് വണ്ടി. ഓട്ടോമാറ്റിക്. മൈലേജൊക്കെ ഒരു 13-14 ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഓപ്ഷനലാണ്. ഒന്നുമില്ല. പുഷ് സ്റ്റാർട്ട് ബട്ടനൊക്കെ വരുന്ന വണ്ടിയാണ്. വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. ഇത് 2015 വെർണ SX ഓപ്ഷണൽ പെട്രോൾ, 35,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 4 എയർ ബാഗ്, ABS, EVD, റിമോട്ട് കീ, മാനുവലാണ് വണ്ടി. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നീറ്റ് ഇൻറ്റീരിയർ ആണ്. സീറ്റ്സ് കാര്യങ്ങളെല്ലാം ലെതർ സീറ്റാണ്. അലോയ് വീൽസ്, ടയേഴ്സ്, സ്റ്റെപ്പിന ടയേഴ്സൊക്കെ ഫ്രഷ് ടയേഴ്സാണ്. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. റീപ്ലേസുകളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ടയേഴ്സൊക്കെ നല്ലതാണ്. ഇൻക്ലൂഡിങ് സ്റ്റെപ്പിന ടയേഴ്സും എല്ലാം ഓക്കെയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് 5,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഇത് പെട്രോൾ അല്ലേ? അതെ, പെട്രോളാണ്. SX ഓപ്ഷനാണ്. മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? മൈലേജൊക്കെ ഒരു 13-14 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. 1.6. ഇപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഇത് ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 5,40,000 എൻ്റെ ഫൈനൽ വില. ബാക്കി നമുക്ക് ഫൈനാൻസോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം എത്ര രൂപ നമുക്ക് ഇറക്കാം? നമുക്ക് ഒരു 50,000 റുപ്പീസ് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി നമുക്ക് ഫൈനാൻസ് ചെയ്തിട്ട് 5 വർഷം നമുക്ക് 5 വർഷത്തേക്ക് ഫൈനാൻസ് ചെയ്ത് ഇറക്കാം. ഇത് 2010 i10 സ്പോർട്സ്, തേർഡ് ഓണർ, പെട്രോൾ വണ്ടി. വേറെ അപാകതകളൊന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്. ഇത് ഓടിയത് 76,000-77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് വരുന്ന വില 1,40,40,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അതും ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും. അതെ.
ഇതൊക്കെ ഒരു 13-14 അല്ലേ മൈലേജ് ആണ്? അത്രേ ഉള്ളൂ 13, 14, 15 ഉള്ളൂ മൈലേജ്. ബാക്ക് ടയർ അത്ര നല്ലതല്ല, ഫ്രണ്ട് നല്ല. ഫ്രണ്ട് കുഴപ്പമില്ല. 1.2 കാപ്പ എഞ്ചിനാണ്, IRD കഴിഞ്ഞത് കാപ്പ എഞ്ചിനാണ്. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം സർവീസ് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ എല്ലാം പോളിഷ് ചെയ്ത് സർവീസ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. മഴ കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളൂ. ഇപ്പൊ റോഡ് പണി അതെ, പണിയെല്ലാം നടക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം പോളിഷ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കി കൊടുക്കത്തുള്ളൂ. 2020 എക്കോ സ്പോർട്ട് ടൈറ്റാനിയം സ്പോർട്സ് സൺറൂഫൊക്കെ വരെ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. റീപ്ലേസുകളൊന്നുമില്ല. ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ്. പെട്രോളിൽ മാനുവലാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് വണ്ടിയുടെ. ഇത് മൈലേജ് ഒക്കെ എന്താണ്? ഇത് മൈലേജ് ഒരു 12, 13 ആ ഒരു റേഞ്ചിൽ വരും. എത്ര ചോദിക്കുന്നത്? പെട്രോൾ മാനുവലാണ്. ഇത് വരുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് 7.5 7.5. നെഗോഷ്യബിൾ ആണ്. ഫൈനാൻസ് ചെയ്യണമെങ്കിൽ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 50-60 അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സിവിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതെല്ലാം നമ്മൾ ഫുൾ പോളിഷ് ചെയ്ത് കമ്പനി കണ്ടീഷനിൽ നമ്മൾ കൊടുക്കും. അതെ, ഇത് 2012 സഫാരി ഡൈക്കോർ സെക്കൻഡ് ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എൻ്റെ അപ്സൈസ് ടയേഴ്സും റൂഫ് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. 2.2 ഡൈക്കോർ ആണ്. അപ്പോൾ ഈ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറി കിടക്കുകയാണോ? അതൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ 1 ലക്ഷത്തിൻ്റെ സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാറ്ററി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ആക്സിഡന്റ് ആയിട്ട് മാറിയാണ്? ആക്സിഡന്റ് അല്ല, അത് മറ്റേ കല്ലടിച്ച് പൊട്ടി മാറിപ്പോയതാണ്. കുഴപ്പമൊന്നുമില്ല. ആബ്രോണിലൊന്നും തട്ടോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. AC എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇതുപോലത്തെ ഈ മോഡലിൽ വണ്ടി ചെയ്തിട്ടുണ്ട്. ബോക്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? 2012 സെക്കൻഡ് ഓണർ. മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ ഒരു 10-11 റേഞ്ചിൽ പ്രതീക്ഷിക്കാം. അതെ. എത്ര ചോദിക്കുന്നത്? റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2.5 അതെ, 2.5 ലക്ഷം രൂപ. ലോൺ കിട്ടുമല്ലോ? ലോൺ ചെയ്യാം. നമുക്ക് 2 വർഷവും 6 മാസത്തേക്ക് ലോൺ ചെയ്യാം. നമുക്കൊരു അറൗണ്ട് 2 ലക്ഷം രൂപ വരെ നമുക്ക് ഫൈനാൻസ് കിട്ടും. ഇത് 2011 സ്കോർപിയോ എം ഹോക്ക് 4th ഓണറാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ടോപ്പ് കണ്ടീഷനാണ്. ഇന്റീരിയർ പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. അല്ല, ഈ ആക്സിഡന്റ് ആയിട്ടാണ് ഗ്ലാസ്? അല്ല, അബ്രോണും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് അല്ലാതെ ഗ്ലാസ് എന്തോ ബോണറ്റോ ഒന്നുമില്ല. അതൊക്കെ ഓക്കെയാണ്. വണ്ടി ഓട്ടിക്കാനും കൊള്ളാം. വേറെ അടിപിടി കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സീറ്റ് നീറ്റാണ്. പിന്നെ ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫും കൊള്ളാം. നല്ല വൃത്തിയുള്ള റൂഫാണ്. കുഴപ്പമില്ല. അതെ, വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെയാണ്. നല്ല ക്വാളിറ്റിയാണ്. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് വണ്ടി. ചെറിയ റീപെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല ടയേഴ്സ് ഉണ്ട്. ടയേഴ്സൊക്കെ ഉണ്ട്. മോശമല്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 3.5 രൂപയാണ് ചോദിക്കുന്നത്. ഡീസലാണ്. ഫൈനാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ലോണും കാര്യങ്ങളൊക്കെ? ലോൺ ചെയ്യാം. നമുക്കൊരു 1 lakh നമുക്ക് 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കയറത്തുള്ളൂ. അതെ. അപ്പോൾ ഒരു എത്ര? 3.5 ചോദിക്കുന്നത്? 3.5 ചോദിക്കുന്നത്. 1.5-1.25 ലക്ഷം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഇത് 2010 ഹോണ്ട സിറ്റി IV ടെക് ആണ്. അത് ഓണർഷിപ്പ് 3rd ആണ്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് മാറിയിട്ടുണ്ട്. അബ്രോണിനൊന്നും കുഴപ്പമൊന്നുമില്ല. പെട്രോൾ എഞ്ചിനാണ്. ഇടിച്ചതല്ലേ? ഫ്രണ്ട് ചെറിയ തട്ടിയിട്ടുള്ള വണ്ടിയാണ്. ഓടിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ടയേഴ്സൊക്കെ 4 പുതിയ ടയേഴ്സൊക്കെ കിടക്കുന്നത്. നല്ല സീറ്റ് കവറും കാര്യമുണ്ട്. വണ്ടിക്കകം നല്ല വൃത്തിയുണ്ട്. വണ്ടിക്ക് വൃത്തിയുണ്ട്. റൂഫും ഒക്കെ അത്യാവശ്യം നല്ല റൂഫാണ്. ആ ബോണറ്റ് ഒന്ന് നോക്കി കാണിക്കാം. തീർച്ചയായും. ടയേഴ്സ് കുഴപ്പമില്ല. നല്ല ടയറുണ്ട്. ടയേഴ്സ് 4 നല്ല ടയറാണ്. വണ്ടി ഓവറോൾ ബാക്ക് സൈഡ് ഒക്കെ കണ്ടിട്ട് വലിയ പാകപ്പിഴകൾ തോന്നുന്നില്ല. ബാക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എഞ്ചിൻ റൂം. അതേ കല്ലും ഒക്കെ അടിച്ച് മാറിയിട്ടുള്ളതാണ്. അബ്രോണിലൊന്നും അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. AC ഒക്കെ ഓക്കെയാണ്. ഓടിക്കാൻ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 2,30,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഏത് വർഷമായിരുന്നു? 2010. അപ്പോൾ ഇനി 1 വർഷം കൂടി പേപ്പർ. അതെ. നെക്സ്റ്റ് ഇയർ നമുക്ക് ടെസ്റ്റ് വരും. 2012 i20 ആണ്. ഡീസലാണ് വണ്ടി. ഓണർഷിപ്പ് 4th ആണ്. വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റീപ്ലേസുകളൊന്നുമില്ല. ഇന്റീരിയറെല്ലാം നീറ്റാണ്. കിലോമീറ്ററൊക്കെ എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 78,000 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാഗ്നയാണ് ഓപ്ഷൻ. വരുന്നത് മാഗ്നയാണ്. ഇത് മൈലേജ് എന്താണ്? മൈലേജൊക്കെ 18-20 കിലോമീറ്റർ ഒക്കെ ഓടും. ഡീസലാണ്. അത്യാവശ്യം മൈലേജൊക്കെ ഉള്ള വണ്ടിയാണ്.
നല്ല പുള്ളിങ് ആണ്, ടയർ. ടയർസൊക്കെ ആവറേജ് ആണ്. എത്ര ചോദ്യം? 4 ഓണർ ആയിട്ടുണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് 265 നമ്മൾ ചോദിക്കുന്നത്. 4 ഓണറായില്ലേ? അതെ, ഓണർഷിപ്പ് 4 നമുക്ക് എന്തെങ്കിലും റേറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെ, ഇത് 2010 സാൻഡ്രോ, 3rd ഓണറാണ്. ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ടച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. 2010 അതെ, പെട്രോൾ, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡ് വരത്തില്ല, GL ആണ്. ഈ സ്റ്റിയറിംഗ് മാറ്റിയതാണോ? ആ സ്റ്റിയറിംഗ് മാറ്റിയതല്ല, ഇതിൻ്റെ വേറെ ഇല്ല സാർ, സ്റ്റിയറിംഗ് തന്നെയാണ്, ഒറിജിനൽ സ്റ്റിയറിംഗ്. പവറിൻ്റെ ഫീൽ ചെയ്യുന്നത്. നല്ല സീറ്റർ കാര്യങ്ങൾ. 3rd ഓണറിലുള്ള വണ്ടിയാണ്. വണ്ടി 3rd ഓണർ ആണെങ്കിലും 3rd ഓണറൊക്കെ ആണെങ്കിലേ വണ്ടി ഇത് നമ്മൾ 1,05,000 രൂപയാണ് ഇതിൻ്റെ വില നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും കൂടി അതിൽ കുറയും, എന്തെങ്കിലും കൂടി അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വേറെ ഓടിക്കാനൊക്കെ ഓക്കെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ഒന്നും. 2010 എന്ന് പറയുന്നതിന്റെ ഒരു ഓടിയന്റെ സ്ക്രാച്ച് അതുണ്ട്, ആ ഒരു പഴക്കമുണ്ട്. വണ്ടി ഇപ്പോൾ എന്തായാലും 10-14 വർഷം ആയല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു പഴക്കം. വില കുറഞ്ഞ വണ്ടികൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 1-2 വണ്ടികളൊക്കെ വില കൂടിയ വണ്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം വില നല്ലപോലെ താഴ്ത്തിയുള്ള വണ്ടികൾ ഇഷ്ടംപോലെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ മെക്കാനിക്കൽ സൈഡിൽ അല്ലാതെ ഇച്ചിരി പണിയുള്ള 1-2 വണ്ടികൾ കൂടി ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല, അല്ലാതുള്ള വണ്ടികളാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിരുന്നു. 1-2 വണ്ടികളുടെ ചെറിയ ഗ്ലാസിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാം നല്ല വണ്ടികളായിരുന്നു. അപ്പം അതുകൊണ്ട് വിശ്വസിച്ചെടുക്കാമാവുന്ന വണ്ടികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല വണ്ടികളാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വില കുറഞ്ഞ നല്ല വണ്ടികൾ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.